multivariable calculus differentiation, the last part. So let us continue. Absolute extremum, that's last topic. ഇതും ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആബ്സല്യൂട്ട് എക്സ്ട്രീമം നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് റിലേറ്റീവ് എക്സ്ട്രീമം ആണ്, അതായത് റിലേറ്റീവ് മാക്സിമം റിലേറ്റീവ് മിനിമം വാല്യൂസ് എല്ലാം കണ്ടുപിടിച്ചത്. ഇവിടെ ഇപ്പോൾ ആബ്സല്യൂട്ട് വാല്യൂസ് ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ അതിന്റെ ബേസ് ചെയ്തിട്ടുള്ള ഒരു തിയറം ഉണ്ട്, എക്സ്ട്രീം വാല്യൂ തിയറം. ഇഫ് f of xy is continuous on a closed and bounded set R, then f has both an absolute maximum and absolute minimum on R. R എന്ന് പറയുന്ന ഒരു സെറ്റ്, ഒരു ബൗണ്ടഡ് സെറ്റ്. ഓക്കെ, ബൗണ്ടഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഒരു ബൗണ്ടറി ഉണ്ടാവും. ഓക്കെ, എൻക്ലോസ്ഡ് ആണെന്ന് പറയും. അപ്പോൾ ഇത് ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് സെറ്റ് R കൺസിഡർ ചെയ്യുക. ഓക്കെ, ഷേപ്പ് എന്താ അത് കൺസേണിലല്ല. സോ f of xy ആ ഒരു പെർട്ടിക്കുലർ റീജിയനിൽ, ആ സെറ്റ് R ബൗണ്ടഡ് ആൻഡ് ക്ലോസ്ഡ് റീജിയനിൽ f of xy കണ്ടിന്യൂസ് ആണ്. Then f has both absolute maximum and absolute minimum on R. ഈ പറയുന്ന R എന്ന് പറയുന്ന റീജിയനിൽ f of xy ക്ക് എന്തുണ്ടാവും, absolute maximum ഉണ്ടാവും, absolute minimum values ഉണ്ടാവും on R. Okay, ഇനി തിയറം, if a function of two variables has an absolute extremum. extremum പറഞ്ഞാൽ എന്താ, മാക്സിമവും മിനിമവും രണ്ട് വാല്യൂസും ആണ് ഉദ്ദേശിക്കുന്ന എക്സ്ട്രീമം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ if a function of two variables has an absolute extremum at an interior point of its domain, then this extremum occurs at a critical point. ഇപ്പൊ സപ്പോസ് ഒരു ട്രയാങ്കുലർ റീജിയൻ ആണ് നമ്മൾ കൺസിഡർ ചെയ്യണത്, അല്ലെങ്കിൽ ഒരു റെക്ടാങ്കുലർ റീജിയൻ ആണ് കൺസിഡർ ചെയ്യണത്, R എന്ന് പറയുന്ന റീജിയൻ. ഈ റീജിയന്റെ ഉള്ളിലെ പോയിന്റില്, ഇപ്പൊ ഈ റീജിയന്റെ ഉള്ളില് നമ്മുടെ ഫംഗ്ഷന് ആബ്സല്യൂട്ട് എക്സ്ട്രീമം ഉണ്ട് വിചാരിക്കാം. കാരണം ഈ റീജിയന്റെ ഉള്ളിലാണല്ലോ XY വാല്യൂസ് ഉള്ളത്. അപ്പൊ ഇതിന്റെ ഉള്ളിൽ ഒരു പോയിന്റിൽ ആബ്സല്യൂട്ട് മാക്സിമം ആബ്സല്യൂട്ട് മിനിമം വാല്യൂ ഉണ്ട് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ എക്സ്ട്രീമം ഒക്കെ ചെയ്യുന്ന പോയിന്റിനെ പറയുന്നതാണ് ക്രിട്ടിക്കൽ പോയിന്റ്. ഓക്കെ, ഇനി എങ്ങനെയാണ് ആബ്സല്യൂട്ട് എക്സ്ട്രീമ ഈ പറയുന്ന ബൗണ്ടഡ് സെറ്റിൽ കണ്ടുപിടിക്കാൻ പോകുന്നത്, ആ സ്റ്റെപ്സ് ഒന്ന് നോക്കാം. ഫസ്റ്റ്, find the critical points of f that lie in the interior of R. ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് f എന്ന് പറയുന്ന ഫംഗ്ഷന്റെ എല്ലാ ക്രിട്ടിക്കൽ പോയിന്റ്സും, ഈ R എന്ന് പറയുന്ന റീജിയന്റെ ഉള്ളിലെ എല്ലാ ക്രിട്ടിക്കൽ പോയിന്റ്സും നമ്മൾ ആദ്യം കണ്ടുപിടിക്കാം. Find all the boundary points at which absolute extrema can occur. നമ്മൾ ഓൾറെഡി പറഞ്ഞു, R എന്ന് പറയുന്ന റീജിയന്റെ ഉള്ളിൽ സപ്പോസ് ആബ്സല്യൂട്ട് എക്സ്ട്രീമം വാല്യൂസ് f ഉണ്ടെങ്കിൽ അത് ഏത് പോയിന്റിലാണ് സംഭവിക്കുക, ക്രിട്ടിക്കൽ പോയിന്റിലാണ്. സോ ആദ്യം നമ്മൾ ആ ക്രിട്ടിക്കൽ പോയിന്റ്സ് കണ്ടുപിടിക്കാം. എന്നിട്ട് അതായത് ബൗണ്ടറി പോയിന്റ്സ്, എവിടെയൊക്കെ ബൗണ്ടറിയിൽ ഏതൊക്കെ പോയിന്റ്സിൽ ആബ്സല്യൂട്ട് എക്സ്ട്രീമ ഒക്കർ ചെയ്യോ അതും കണ്ടുപിടിക്കാം. ആദ്യം ക്രിട്ടിക്കൽ പോയിന്റ്സ് വിത്തിൻ R കണ്ടുപിടിച്ചു, പിന്നെ ബൗണ്ടറി പോയിന്റ്സ് at which absolute extrema occur അതും കണ്ടുപിടിക്കാം. Finally, evaluate f of xy at the points obtained. ഇപ്പൊ നമുക്ക് ഈ രണ്ട് സ്റ്റെപ്പിലും കിട്ടിയില്ലേ, ഫസ്റ്റ് വിത്തിൻ, അതായത് ഇൻസൈഡ് R ഉള്ള ക്രിട്ടിക്കൽ പോയിന്റ് കിട്ടി, സെക്കൻഡ് കേസിൽ ബൗണ്ടറി പോയിന്റ്സിലുള്ള ആബ്സല്യൂട്ട് എക്സ്ട്രീമ ഒക്കർ ചെയ്യുന്ന ബൗണ്ടറി പോയിന്റ്സിൽ ആ വാല്യൂസും കിട്ടി. ഈ പറയുന്ന എല്ലാ പോയിന്റ്സിലും നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, f of xy കണ്ടുപിടിക്കുക. ദെൻ ലാർജസ്റ്റ് ഓഫ് ദീസ് വാല്യൂസ്, അതായത് ഈ പറഞ്ഞ പോയിന്റ്സിൽ എല്ലാത്തിലും ഫംഗ്ഷന്റെ വാല്യൂസ് കണ്ടുപിടിക്കാം, എഫിന്റെ വാല്യൂസ് കണ്ടുപിടിക്കാം. അതിൽ ഏറ്റവും ഹയസ്റ്റ് വാല്യൂ ആണ് ആബ്സല്യൂട്ട് മാക്സിമം വാല്യൂ, പിന്നെ ഏറ്റവും മിനിമം വാല്യൂ ആണ് ആബ്സല്യൂട്ട് മിനിമം വാല്യൂ. ഇത് ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം, അപ്പോൾ ക്ലിയർ ആവും. ഫസ്റ്റ് കേസ്, find the absolute maximum and minimum value of f of xy is equal to 3xy minus 6x minus 3y plus 7 on the closed triangular region R with vertices 0, 0, 3, 0, 0, 5. അപ്പോൾ ഒരു ട്രയാങ്കുലർ റീജിയൻ R തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി അതില് പോയിന്റ്സ് ഏതൊക്കെയാണ്, വെർട്ടിസസ് O, A, B ആണ്. വെർട്ടിസസ് 0, 0, 3, 0, 0, 5 തന്നിട്ടുണ്ട്. ക്ലിയർ ആയല്ലോ. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്താ, 3xy മൈനസ് 6x മൈനസ് 3y പ്ലസ് 7. ഇനി ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ക്രിട്ടിക്കൽ പോയിന്റ് ഇൻസൈഡ് R ആണ്, അതല്ല ഫസ്റ്റ് സ്റ്റെപ്പിലുള്ളത്. സോ ഇന്റീരിയർ ഓഫ് R എന്ന് പറഞ്ഞാൽ എന്താ, എക്സ്ട്രീമം. അതായത് ആറിന്റെ ഉള്ളില്, ഈ ആറിന്റെ ഉള്ളിലത്തെ റീജിയനില് നമ്മുടെ ഫംഗ്ഷന് മാക്സിമം വാല്യൂ, ആബ്സല്യൂട്ട് എക്സ്ട്രീമം വാല്യൂസ് എവിടെ ഉണ്ടാവുക, ക്രിട്ടിക്കൽ പോയിന്റിലുണ്ടാവുക. അപ്പൊ ആ ക്രിട്ടിക്കൽ പോയിന്റ്സ് ആദ്യം കണ്ടുപിടിക്കാം. എഫ് എക്സ് ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു, നമുക്ക് തന്നിരിക്കുന്നതിൽ എഫ് എക്സ് കണ്ടുപിടിക്കാം. ഇതിന്റെ എഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ, എക്സിന്റെ ടേംസ് മാത്രം കൺസിഡർ ചെയ്യുക, എന്നിട്ട് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പൊ ഇവിടെ 3 into y വരും അല്ലെ, 3 into y മൈനസ് 6 വരും, ബാക്കി ടേംസ് 0 ആയിരിക്കും. സോ മൈനസ് 6 ഇസ് ഈക്വൽ ടു 0 അല്ലെ. അപ്പൊ എഫ് എക്സ് ഇക്വൽ ടു 0ല് 3y ഇസ് ഈക്വൽ ടു 6 കിട്ടും, വൈയുടെ വാല്യൂ 2 കിട്ടും. ഇതേപോലെ എഫ് വൈ കണ്ടുപിടിക്കാം. എഫ് വൈയുടെ വാല്യൂ എന്തായിരിക്കും, എഫ് വൈ എന്ന് പറയുന്നത് ഇവിടെ 3x പിന്നെ മൈനസ് 3 വരും അല്ലെ. 3x മൈനസ് 3 ഇസ് ഈക്വൽ ടു 0, ബാക്കി ടേംസിന്റെ 0 ആയി പോകും.
സോ എക്സ് ഈക്വൽ ടു 1 കിട്ടും. 3x ഈക്വൽ ടു 3 പറഞ്ഞു കഴിഞ്ഞാൽ 3 3 ക്യാൻസൽ ആയത് എക്സ് ഈക്വൽ ടു 1 ആണ് ആൻസർ കിട്ടും. അപ്പൊ നമുക്ക് ക്രിട്ടിക്കൽ പോയിന്റ് എന്താ കിട്ടിയത്? x1 ഉം y2, ദാറ്റ് ഇസ് 1 2 ഇസ് ദ ക്രിട്ടിക്കൽ പോയിന്റ്. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി സെക്കൻഡ് സ്റ്റെപ്പിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? ബൗണ്ടറി പോയിന്റ്സ് കണ്ടുപിടിക്കണം അല്ലെ. അപ്പൊ നമുക്കത് 3 സെറ്റ് ആയിട്ടാണ് കണ്ടുപിടിക്കുന്നത്. കാരണം ട്രയാങ്കുലർ റീജിയൻ പറയുമ്പോൾ 3 സ്ട്രേറ്റ് ലൈൻസ് ആണ് അല്ലെ. അപ്പൊ അത് ഓരോന്നിന്റെയും സെപ്പറേറ്റ് കേസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഫസ്റ്റ് കേസ് ഓൺ OA. അപ്പൊ OA എന്ന് പറയുമ്പോൾ അവിടെ y 0 ആണ് അല്ലെ. OA എന്ന് പറയുമ്പോൾ yയുടെ വാല്യൂ എന്താണ്? 0 ആണുള്ളത്. സോ ഇവിടെ നമ്മൾ OA കൺസിഡർ ചെയ്യണം. ഈ ട്രയാങ്കുലർ റീജിയൻ ആണ് കൺസിഡർ ചെയ്യണം. ക്ലിയർ ആയോ? അപ്പൊ OA ല് y 0 ആണ് നമുക്കറിയാം. അത് കാരണം അതിലത്തെ ഈ OABയില് OA സെക്ഷൻ മാത്രം ഫസ്റ്റ് കേസ് ആയിട്ട് എടുക്കുക. അതിൽ f of xy ല് y is equal to 0 കൊടുക്കുക. അപ്പൊ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്താ? minus 6x plus 7 ആണ് ഇക്വേഷൻ കിട്ടുക. നമുക്ക് തന്നിരിക്കുന്ന f of xy ല് since on OA y is equal to 0. അപ്പൊ അത് കാരണം f of xy ല് y 0 ആയിട്ട് കൊടുക്കുക. അപ്പൊ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ ഫംഗ്ഷൻ എന്താ? minus 6x plus 7. ക്ലിയർ ആയല്ലോ? ഇനി fx കണ്ടുപിടിക്കുക. അത് 0 ആണെന്ന് ചെക്ക് ചെയ്യാം. fx എന്ന് പറയുന്നത് എന്താ? ഇതിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പൊ -6 ആണ് കിട്ടുക അല്ലെ. -6 എന്ന് പറയുന്നത് 0ന് ഈക്വൽ അല്ല അല്ലെ. അപ്പൊ അതിന്റെ മീനിങ് എന്താ? ക്രിട്ടിക്കൽ പോയിന്റ് ആണോ? അത് അല്ല. അപ്പൊ ദർ ഇസ് നോ ക്രിട്ടിക്കൽ പോയിന്റ്. അപ്പൊ ഫൈനലി എക്സ്ട്രീം വാല്യൂ ഒക്കർ ചെയ്യുന്നത് ആകെ കൂടി n പോയിന്റ്സിൽ മാത്രമായിരിക്കും. n പോയിന്റ്സിൽ എക്സ്ട്രീം വാല്യൂസ് ഒക്കർ ചെയ്യും 00ലും 30ലും. പക്ഷെ ആ ബൗണ്ടറി, അതായത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന OA എന്ന് പറയുന്ന ബൗണ്ടറി പാർട്ടിൽ നമ്മുടെ ക്രിട്ടിക്കൽ പോയിന്റ് ഇല്ല. കാരണം നമ്മൾ fx കണ്ടുപിടിച്ചപ്പോൾ നോട്ട് ഈക്വൽ ടു 0 കിട്ടി. ഇനി ഓൺ OB ഇതേപോലെ തന്നെ OBയുടെ കേസിൽ x ആണ് 0. ഓക്കെ, ആ ഡയഗ്രത്തിൽ നോക്കിയാൽ എക്സിന്റെ വാല്യൂ എന്താ? 0 ആണ്. Oയിലും Bയിലും x 0 ആണ്. അതുകൊണ്ട് തന്നിരിക്കുന്ന ഫംഗ്ഷനിൽ എക്സിന് 0 കൊടുക്കുക. അപ്പൊ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്താ? minus 3y plus 7. അപ്പൊ ഇതാണ് ഇപ്പോഴത്തെ ഫംഗ്ഷൻ. ഇതിൽ y അല്ലേ ഉള്ളത്. അപ്പൊ fy കണ്ടുപിടിക്കാം. fy of xy is equal to എന്ത് കിട്ടും? -3 അല്ലേ. -3 നോട്ട് ഈക്വൽ ടു 0 ആണ്. അപ്പൊ വീണ്ടും എന്തായി? ക്രിട്ടിക്കൽ പോയിന്റ് ഇല്ല എന്ന് കിട്ടി. അപ്പോൾ വേർട്ടിസസ്, അതായത് ആ വെർട്ടെക്സ് പോയിന്റ്സ് അല്ലേ 0 0, n പോയിന്റ്സ് 0 5, ഇതിൽ രണ്ടിലും മാത്രമേ എക്സ്ട്രീം വാല്യൂസ് ഉള്ളൂ. നെക്സ്റ്റ് കേസിൽ AB എന്ന് പറയുമ്പോൾ ഈ ഒരു ലൈൻ ആണ് അല്ലെ. അപ്പൊ ഈ ഒരു ലൈനിൽ നമുക്ക് വേർട്ടിസസ് തന്നിരിക്കുന്ന 3 0 0 5. കറക്റ്റ് ആയിട്ട് x 0 y 0 അങ്ങനെ പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമുക്ക് ആദ്യം ഇതിൽ നിന്ന് ഫംഗ്ഷൻ കണ്ടുപിടിക്കണം, അതായത് ഇക്വേഷൻ കണ്ടുപിടിക്കണം. നമുക്കറിയാം ഇക്വേഷൻ ഓഫ് എ സ്ട്രേറ്റ് ലൈൻ ജോയിനിങ് 2 പോയിന്റ്സ് എന്താ? y minus y1 by y2 minus y1 is equal to x minus x1 by x2 minus x1 അല്ലെ. ഇതില് x1 y1 എന്ന് പറയുന്നത് 3 0, x2 y2 എന്ന് പറയുന്നത് 0 5 1. അപ്പൊ കറക്റ്റ് ആയിട്ട് ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. y1 എന്ന് പറയുന്നത് 0 ആണ്. സോ y minus 0 divided by y2 minus y1, അതായത് 5 minus 0. അതേപോലെ x minus x1 പറയുന്നത് എന്താണ്? 3 ആണ്. ഡിവൈഡഡ് ബൈ x2 minus x1 പറഞ്ഞാൽ 0 minus 3. അപ്പൊ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ജസ്റ്റ് റീഅറേഞ്ച് ചെയ്യാം. അതായത് y is equal to y minus 0 പറഞ്ഞാൽ y ആയി, 5 minus 0 പറഞ്ഞാൽ 5. ഇവിടെ മുകളിൽ x minus 3 അങ്ങനെ തന്നെ എഴുതി, താഴെ എന്താ വരിക? -3. അപ്പൊ y is equal to എന്തായിട്ട് എഴുതാൻ പറ്റും? -5/3 into x minus 3. ഇത് കിട്ടിയില്ലേ? അപ്പൊ ഇതിൽ നിന്ന് y is equal to -5/3 into ഇത് ഈ -5/3 ബ്രാക്കറ്റിന്റെ ഉള്ളിലേക്ക് എടുക്കാം. സോ -5/3 into x ആണ് ഫസ്റ്റ് ടേം അല്ലെ. പിന്നെ -5/3 into -3 എന്താ? +5 വരും. ക്ലിയർ ആയോ? അപ്പൊ ഇക്വേഷൻ ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്തു എന്നുള്ളൂ. സോ y is equal to -5/3 x plus 5 കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷനിൽ ഈ y-യുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ ഇൻ ടേംസ് ഓഫ് x കിട്ടില്ലേ അല്ലെ. നമുക്ക് ആ ഫംഗ്ഷൻ ഇൻ ടേംസ് ഓഫ് x കിട്ടും. അപ്പൊ ഇവിടെ 3x into y-ക്ക് പകരം -5/3 x plus 5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. -6x - 3y plus 7 y-ക്ക് അഗെയിൻ -5/3 x plus 5 കൊടുക്കാം. ഇതെല്ലാം സിംപ്ലിഫൈ ചെയ്യുക. -5x² plus 15x - 6x plus 5x minus 15 plus 7. ജസ്റ്റ് ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക, സിംപ്ലിഫൈഡ് ഫോമിൽ ആൻസർ ചെയ്ത് -5x² plus 14x minus 8. x²ന്റെയും x-ന്റെ ടേംസ് ഗ്രൂപ്പ് ചെയ്യുക, കോൺസ്റ്റന്റ്സിന്റെ ഗ്രൂപ്പ് ചെയ്യുക. അപ്പൊ നമുക്ക് കിട്ടിയത് -5x² plus 14x minus 8. ഇനി ഇൻ ടേംസ് ഓഫ് x നമുക്ക് f കിട്ടി അല്ലെ. അപ്പൊ fx കണ്ടുപിടിക്കാം. fx of xy നമുക്ക് കിട്ടുന്നത് എന്താ? വിത്ത് റെസ്പെക്ട് ടു x ഇപ്പൊ കിട്ടിയ ഇക്വേഷൻ f of xy ല് വിത്ത് റെസ്പെക്ട് ടു x ഡെറിവേറ്റീവ് കണ്ട -10x plus 14. ഇനി അത് ഈക്വൽ ടു 0 കൊടുക്കാം. കാരണം നമുക്ക് ക്രിട്ടിക്കൽ പോയിന്റ് കണ്ടുപിടിക്കണം അല്ലെ. അപ്പൊ -10x plus 14 പറയുമ്പോൾ എന്താ? -10x is equal to -14. മൈനസ് ക്യാൻസൽ ചെയ്തു. അഗെയിൻ 2 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 5, ഇവിടെ 7 വരും. സോ എക്സിന്റെ വാല്യൂ എന്താ? 7 divided by 5. അപ്പൊ എക്സിന്റെ വാല്യൂ 7/5 കിട്ടി. y ഓൾറെഡി നമ്മൾ -5/3
എക്സ് പ്ലസ് 5 എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു അല്ല, നേരത്തെ കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ അതിൽ എക്സിന് ഇപ്പൊ കിട്ടിയ വാല്യൂ 7/5 അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ എന്താ വരിക, -5/3 ഇൻറ്റു എക്സിന് പകരം 7/5 കൊടുക്കുക പ്ലസ് 5 ഇസ് ഈക്വൽ ടു -7/3 പ്ലസ് 5, അതായത് 8/3 കിട്ടി. അപ്പൊ നമുക്ക് ക്രിട്ടിക്കൽ പോയിന്റ് അലോങ് എ ബി എന്താ കിട്ടിയത്, 7/5 8/3. അതായത് ഈ ഒരു ക്രിട്ടിക്കൽ പോയിന്റിലും അവിടെ ആബ്സല്യൂട്ട് എക്സ്ട്രീമം എക്സിസ്റ്റ് ചെയ്യുമെന്ന് പറയണം. ഇനി നമുക്ക് ബോക്സ് വരച്ചിട്ട് ഇതേപോലെ എക്സ് വൈ നമുക്ക് കിട്ടിയ പോയിന്റ്സ് അല്ലേ, 1 2 ആദ്യം കിട്ടിയത്, പിന്നെ 0 0 3 0 0 5 ഇത് എൻഡ് പോയിന്റ്സ് ആണ്. പിന്നെ നമുക്ക് ഇപ്പൊ കിട്ടിയ ലാസ്റ്റ് പോയിന്റ് 7/5 8/3. ഇത്രയും പോയിന്റ്സിൽ നമ്മുടെ ഫംഗ്ഷന്റെ വാല്യൂ കണ്ടുപിടിക്കാം. ഫംഗ്ഷൻ പറയുന്നത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള എഫ് ഇല്ലേ, 3xy - 6x - 3y + 7. ഇതിൽ ഓരോന്നിലും എക്സിനും വൈനും ഓരോ പേർ, ഇപ്പൊ ഫസ്റ്റ് കേസിൽ എക്സിന് 1 വൈക്ക് 2 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ 1 ആണ്. ഇവിടെ ഓരോന്നും ചെയ്ത് കാണിച്ചിട്ടില്ല, അത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണം. 0 0 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കിട്ടുന്ന വാല്യൂ 7 ആണ് വരിക അല്ലെ, കാരണം ബാക്കി എല്ലാത്തിനും 0 വന്നാൽ ഇവിടെ 7 കിട്ടും. ഓക്കെ, ഇനി അതേപോലെ നെക്സ്റ്റ് കേസിൽ 3 0 എക്സിന് 3 വൈക്ക് 0 കൊടുക്കുമ്പോൾ എഫിന്റെ വാല്യൂ -11, എക്സ് 0 y 5 കൊടുക്കുമ്പോൾ എഫിന്റെ വാല്യൂ -8. അതേപോലെ ലാസ്റ്റ് പോയിന്റ് 7/5 8/3 കൊടുക്കുമ്പോൾ എഫിന്റെ വാല്യൂ 9/5 കിട്ടും. ഇനി ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഓൾറെഡി പറഞ്ഞപ്പോൾ 3 സ്റ്റെപ്സും കഴിഞ്ഞു. ഫസ്റ്റ് വിത്തിൻ R നമ്മൾ ക്രിട്ടിക്കൽ പോയിന്റ്സ് കണ്ടുപിടിച്ചു, നെക്സ്റ്റ് ബൗണ്ടറി പോയിന്റ്സിൽ കണ്ടുപിടിച്ചു, നെക്സ്റ്റ് ലാസ്റ്റ് വൺ നമ്മൾ എന്താ കണ്ടുപിടിച്ചത്, എഫിന്റെ വാല്യൂസ് ഈ പറഞ്ഞ പോയിന്റ്സിൽ എല്ലാത്തിലും കണ്ടുപിടിച്ചു. ഇനി ഇതിൽ എഫിന്റെ ഏറ്റവും ഹയസ്റ്റ് വാല്യൂ ആണ് ആബ്സല്യൂട്ട് മാക്സിമം. അപ്പൊ അത് ഏത് പോയിന്റിലാണ് നോക്കുക, എഫിന്റെ മാക്സിമം വാല്യൂ ഏതാ, പ്ലസ് വാല്യൂ എന്ന് പറയുന്നത് 7 ആണ് അല്ലെ, ആബ്സല്യൂട്ട് മാക്സിമം 7 ആണ്, മാക്സിമം വാല്യൂ 7 ആണ്. അപ്പൊ അത് ഏത് പോയിന്റിൽ ഒക്കർ ചെയ്യണമെന്നാണ് നമ്മൾ മെൻഷൻ ചെയ്യേണ്ടത്. അപ്പൊ 0 0, അതായത് ആബ്സല്യൂട്ട് മാക്സിമം അപ്പൊ ഏത് പോയിന്റിലാണ് 0 0. ഇനി ആബ്സല്യൂട്ട് മിനിമം പറഞ്ഞാൽ ഏറ്റവും മിനിമം വാല്യൂ എന്ന് പറയുന്നത് എന്താ, -11 അല്ലെ, അപ്പൊ അത് ഒക്കർ ചെയ്യുന്ന പോയിന്റ് എന്താ 3 0. സോ ആബ്സല്യൂട്ട് മിനിമം അറ്റ് 3 0, ലോവസ്റ്റ് വാല്യൂ. ക്ലിയർ ആയല്ലോ. Next question, determine the dimensions of a rectangular box open at the top having a volume of 32 feet cube and requiring the least amount of material for its construction. അപ്പോൾ നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് ഒരു റെക്ടാങ്കുലർ ബോക്സ് ഉണ്ട്, ഓപ്പൺ അറ്റ് ദ ടോപ്പ്. ഓക്കെ, ടോപ്പ് സൈഡിൽ ഓപ്പൺ ആണ്. ഇറ്റ് ഈസ് ഹാവിംഗ് എ വോളിയം ഓഫ് 32 feet cube അല്ലെ, 32 ആണ് അതിന്റെ വോളിയം. റിക്വയറിംഗ് ദ ലീസ്റ്റ് എമൗണ്ട് ഓഫ് മെറ്റീരിയൽ ഫോർ ഇറ്റ്സ് കൺസ്ട്രക്ഷൻ, അത് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും മിനിമം, ലീസ്റ്റ് പറഞ്ഞാൽ മിനിമം അല്ലേ, മിനിമം എമൗണ്ട് ഓഫ് മെറ്റീരിയൽ ആണ് വേണ്ടത്. ഈ മിനിമം എമൗണ്ട് ഓഫ് മെറ്റീരിയൽ മതി എന്ന് പറഞ്ഞാൽ മീനിങ് എന്താ, സർഫസ് ഏരിയ മിനിമം ആയിരിക്കണം. ക്ലിയർ ആയോ, ആ റെക്ടാങ്കുലർ ബോക്സിന്റെ സർഫസ് ഏരിയ മിനിമം ആയിരിക്കണം. അപ്പൊ നമുക്ക് ചെയ്യേണ്ടത് മിനിമൈസ് ചെയ്യുക, സർഫസ് ഏരിയ മിനിമൈസ് ചെയ്യുക, അതനുസരിച്ചിട്ട് വേണം വാല്യൂ കണ്ടുപിടിക്കാൻ. സോ ഇവിടെ നമ്മൾ ആകെ കൂടി തന്നിരിക്കുന്ന വോളിയം ആണ് 32 അല്ലെ. അപ്പൊ നമ്മൾ ഡയമെൻഷൻസ് എക്സ് വൈ സെഡ് എസ് ആയിട്ട് എടുക്കാം. വി വോളിയം ആയിട്ട് കൺസിഡർ ചെയ്യാം, എക്സ് എന്ന് പറയുന്നത് ലെങ്ത് ആയിട്ട് കൺസിഡർ ചെയ്യാം, റെക്ടാങ്കുലർ ബോക്സിന്റെ ലെങ്ത് എക്സ്, വിഡ്ത്ത് വൈ, ഹൈറ്റ് എന്ന് പറയുന്നത് സെഡ് ആൻഡ് സർഫസ് ഏരിയ എന്ന് പറയുന്നത് എസ് ആണ്. ഓക്കെ, ഇനി ബോക്സിന്റെ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞത് മിനിമം എമൗണ്ട് ഓഫ് മെറ്റീരിയൽ ആണ് കൺസ്ട്രക്ഷന് വേണ്ടത്. അതിന്റെ മീനിങ് എന്താ, ശരിക്കും സർഫസ് ഏരിയ മിനിമം ആയിരിക്കണം. അപ്പോൾ അതനുസരിച്ചിട്ട് അപ്പൊ എസിന്റെ ഫോർമുല എന്താണ്, എക്സ് ഇൻറ്റു വൈ, അതായത് ലെങ്ത് ഇൻറ്റു വിഡ്ത്ത്, അതായത് എക്സ് ഇൻറ്റു വൈ പ്ലസ് 2xz, അതായത് 2 ഇൻറ്റു ലെങ്ത് ഇൻറ്റു ഹൈറ്റ് പ്ലസ് 2 ഇൻറ്റു വൈ ഇൻറ്റു സെഡ് എന്ന് പറയുമ്പോൾ വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ഇത് ജനറൽ ഫോർമുല നമ്മൾ സർഫസ് ഏരിയക്ക് യൂസ് ചെയ്യുന്നത് റെക്ടാങ്കുലറിന്റെ. ഇനി വോളിയം എന്ന് പറയുന്നത് നമുക്കറിയാം എക്സ് ഇൻറ്റു വൈ ഇൻറ്റു സെഡ്, ഈ 3 അൺനോൺസ്, അതായത് ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്, ഇതാണ് വോളിയം വരിക. അത് ഓൾറെഡി 32 എന്ന ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് z equal to 32/xy എന്ന് എഴുതിക്കൂടെ, കാരണം x ഇൻറ്റു വൈ ഇൻറ്റു സെഡ് 32 ആണെങ്കിൽ ബാക്കി z നെ നമുക്ക് സെപ്പറേറ്റ് LHS എഴുതിയിട്ട് ഇൻ ടേംസ് ഓഫ് x ആൻഡ് y എന്താ എഴുതാം, 32 ഡിവൈഡഡ് ബൈ xy. ഇനി നമ്മൾ എസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, z എവിടെയൊക്കെ ഉണ്ടോ അതിന് 32/xy കൊടുക്കുക. ക്ലിയർ ആയല്ലോ. അപ്പൊ ഇവിടെ xy അങ്ങനെ തന്നെ എഴുതി, പ്ലസ് ഈ xഉം ക്യാൻസൽ ചെയ്യാം, 32 × 2 എന്ന് പറയുന്നത് 64 ഡിവൈഡ് ബൈ y, ഇവിടെ y ഉം ക്യാൻസൽ ചെയ്താൽ 2 × 32 64/x കിട്ടും. ഇതാണ് എസിന്റെ ഇക്വേഷൻ. ഓക്കെ, ഇനി എക്സ്ട്രീം പോയിന്റ്സ് നമുക്കിപ്പോ സർഫസ് ഏരിയ മിനിമൈസ് ചെയ്യണം അല്ലെ. അപ്പൊ സർഫസ് ഏരിയ മിനിമൈസ് ചെയ്യണമെങ്കിൽ നമുക്ക് എക്സും എസ് വൈയും 0 കൊടുക്കാം. അതായത് എക്സ്ട്രീം പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ, മാക്സിമം വാല്യൂസ് അല്ലെങ്കിൽ ആബ്സല്യൂട്ട് മാക്സിമം അല്ലെങ്കിൽ ആബ്സല്യൂട്ട് മിനിമം വാല്യൂസിൽ, അതാണ് എക്സ്ട്രീം പോയിന്റ്സ് എന്ന് പറയുന്നത്. അവിടെ നമ്മുടെ സർഫസ് ഏരിയയുടെ ഡിഫറൻഷ്യൽസ് ഫസ്റ്റ് ഡെറിവേറ്റീവ്സ് എന്തായിരിക്കും, 0 ആയിരിക്കും അല്ലെ. അപ്പൊ എസ് എക്സ് ഓഫ് എക്സ് വൈ, കാരണം നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്ന ഫംഗ്ഷൻ എഫ് എന്ന് പറയുന്നത് എസ് ആണ്. നമ്മുടെ എയിം എന്താ, സർഫസ് ഏരിയനെ മിനിമൈസ് ചെയ്യണം. അപ്പൊ അതിന്റെ മാക്സിമം ഈ എക്സ്ട്രീം പോയിന്റ്സ് എന്ന് പറയുന്നത് എസ് എക്സും 0 ആയിരിക്കും, എസ് വൈയും 0 ആയിരിക്കും. അപ്പൊ എസ് എക്സ് ഓഫ് എക്സ് വൈ 0, എസ് വൈ ഓഫ് എക്സ് വൈ 0.
അപ്പോൾ Sx of xy എന്ന് പറയുന്നത് എന്താ? നമുക്ക് ഇപ്പോൾ കിട്ടിയ ഇക്വേഷനിൽ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു x കാണാം. അപ്പോൾ എസ്സിൽ xy പ്ലസ് 64/y പ്ലസ് 64/x ആ ഇക്വേഷന് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡെറിവേറ്റീവ് ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണാം. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഫസ്റ്റ് ടേമിന്റെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പോൾ y കിട്ടും. ഇനി സെക്കൻഡ് ടേമിന്റെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്താൽ 0 കിട്ടും. തേർഡ് ടേമിന്റെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇവിടെ 64 into 1/x അല്ലേ? 1/x 64 കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ജസ്റ്റ് പുറത്ത് എഴുതി. 1/x ന്റെ ഡെറിവേറ്റീവ് എന്താ വരിക? 1/x എന്നത് x raised to -1 ആണ്. അപ്പോൾ nx raised to n - 1 പറഞ്ഞു കഴിഞ്ഞാൽ -1 into x raised to -1 അതായത് -x raised to -2 that is -1/x². ഓക്കെ, അതുകൊണ്ടാണ് ഇതിന് -64/x² എന്ന് എഴുതാൻ കാരണം. ഇനി ഇത് ഈക്വൽ ടു 0 അല്ലേ? അപ്പൊ കാരണം എക്സ്ട്രീം പോയിന്റ്സിൽ ഫസ്റ്റ് ഡെറിവേറ്റീവ്സ് 0 ആണ്. സോ Sx ഈക്വൽ ടു 0 കൊടുത്തു, അതായത് y - 64/x² is equal to 0 കൊടുത്തു. ഇനി ഇത് ജസ്റ്റ് ചെറിയൊരു റീഅറേഞ്ച്മെന്റ് ചെയ്യാം. ഇവിടെ റീഅറേഞ്ച്മെന്റ് ചെയ്യുമ്പോൾ ഈ x² ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ x² into y - 64 is equal to 0 കിട്ടും അല്ലെ? അതേപോലെ sy of xy is equal to നമുക്ക് നേരെ വൈസ് വേഴ്സ, അതായത് sxy - 64/x² കിട്ടിയില്ലേ? അതേപോലെ തന്നെ നമുക്ക് എന്ത് കിട്ടും? ഇവിടുത്തെ പ്രീവിയസ് ഇക്വേഷൻ ചെക്ക് ചെയ്യാം. എസിന്റെ ഇക്വേഷൻ നോക്കാം. എസിന്റെ ഇക്വേഷനിൽ sy എങ്ങനെയാ വരിക? ഇവിടെ x കിട്ടും. x പ്ലസ് ഇതേ നേരത്തെ പറഞ്ഞ പോലെ 64 into 1/y എന്താ? -64/y² വരും. 64/x ന്റെ 0. സോ x - 64/y² equal to 0. ഇത് നേരത്തെ ഇതേപോലെ y² രണ്ട് സൈഡിലും മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ xy² is equal to 64 കിട്ടി. സോ ഈ രണ്ട് ഇക്വേഷൻസ് കിട്ടി. ഇതിന്റെ മീനിങ് എന്താ? RHS ഈക്വൽ ആണെങ്കിൽ LHS ഈക്വൽ ആയിരിക്കില്ലേ? അപ്പൊ x² y is equal to xy² എന്ന് എഴുതി കൂടെ? അതായത് ഓരോ സ്ഥലത്ത് y ക്യാൻസൽ ചെയ്യുക, ഒരു സ്ഥലത്ത് x ക്യാൻസൽ ചെയ്യുക. സോ x equal to y കിട്ടും നമുക്ക് അല്ലെ? x equal to y എന്നുള്ള വാല്യൂ കിട്ടി. ഇനി നമ്മൾ ചെയ്യേണ്ടത് x equal to y കിട്ടി കഴിഞ്ഞാൽ അതിന്റെ മീനിങ് എന്താ? ഇപ്പൊ കിട്ടിയ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ ഏതെങ്കിലും ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാം. അതായത് ഒന്നെങ്കിൽ x നെ y ആക്കാം, അല്ലെങ്കിൽ y നെ x ആക്കാം. അപ്പൊ ഈ ഒരു ഇക്വേഷനിൽ x² into y equal to 64 ഈ y is equal to x എന്ന് നമുക്ക് ഇപ്പൊ കിട്ടിയില്ലേ? അപ്പൊ അവിടെ x ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. x² into x is equal to 64. അതായത് x³ is equal to 64 കിട്ടും. അപ്പൊ ഇതിൽ നിന്ന് x ന്റെ വാല്യൂ കണ്ടുപിടിച്ചോടെ? അതായത് x equal to 4 എന്നുള്ള വാല്യൂ കിട്ടും. ക്ലിയർ ആയല്ലോ? ഒന്നുകൂടി പറയാം. x² y is equal to 64 നേരത്തെ കിട്ടി. x equal to y ആണ് കിട്ടിയല്ലോ. സോ y ക്ക് പകരം x കൊടുക്കാം. അപ്പൊ x³ is equal to 64 കിട്ടും. ഈ 64 പറയുന്നത് 4³ അല്ലേ? അപ്പൊ x³ is equal to 4³ എന്ന് പറഞ്ഞാൽ മീനിങ് എന്താ? x equal to 4. പവേഴ്സ് ഈക്വൽ ആണ്. സോ ബേസും ഈക്വൽ ആയിരിക്കും. x ന്റെ വാല്യൂ 4 കിട്ടി. ഇനി x ഓൾറെഡി y ക്ക് ഈക്വൽ ആണ് കിട്ടി. സോ y യുടെ വാല്യൂ എന്തായി? 4 ആയി. അപ്പൊ x ഉം y ഉം 4 ആയിട്ട് കിട്ടി. ഇനി ഫൈനലി z ന്റെ വാല്യൂ കണ്ടുപിടിച്ചിട്ട് 32 divided by x into y ആണ്. 32 by x into y. x ഉം y ഉം എന്താ? 4 ആണ്. സോ 32 divided by 4 into 4. അപ്പൊ നമുക്ക് ആൻസർ എന്താ കിട്ടുക? 2 ആണ് ആൻസർ കിട്ടുക. അപ്പൊ z ന്റെ വാല്യൂ കിട്ടി. സോ x equal to 4, y is equal to 4, z equal to 2. അപ്പൊ എസ്സിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈ പറഞ്ഞ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത് നമുക്ക് കിട്ടുന്ന വാല്യൂ എന്താണ്? 48. ഓക്കെ, അപ്പൊ സർഫസ് ഏരിയ 48 ആണ് വാല്യൂ കിട്ടുക. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. Find the absolute maximum and minimum value of f of xy is equal to 2 plus 2x plus 2y minus x² minus y² on the triangular region in the first quadrant bounded by the lines x equal to 0, y equal to 0, y is equal to 9 minus x. Okay. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് x equal to 0, y equal to 0 നമുക്കറിയാം. അപ്പോൾ ഒറിജിൻ പോയിന്റ് ഉണ്ട്, പിന്നെ 9, 0, 0, 9 ആണ് പോയിന്റ്സ് തന്നിരിക്കുന്നത്, വെർട്ടിസസ് തന്നിരിക്കുന്നത്. ഇപ്പൊ 9 മൈനസ് എക്സിന്റെ ടേംസിൽ കൊടുത്തു എന്നുള്ളൂ. ഇപ്പൊ നമുക്ക് അതിൽ ഒരെണ്ണം x 0 കൊടുത്തു കഴിഞ്ഞാൽ y equal to 9 കിട്ടും, y 0 കൊടുത്തു കഴിഞ്ഞാൽ x equal to 9 കിട്ടും. ക്ലിയർ ആയോ? x equal to 0 കൊടുക്കുമ്പോൾ y യുടെ വാല്യൂ 9 മൈനസ് എക്സില് എക്സിന് 0 കൊടുക്കാം. അപ്പൊ 9 മൈനസ് 0 എന്ന് പറഞ്ഞാൽ 9. അപ്പൊ നമ്മൾ എക്സിന് 0 കൊടുക്കുമ്പോൾ y യുടെ വാല്യൂ എന്ത് കിട്ടി? 9. അപ്പൊ 0, 9 ഒരു പോയിന്റ് കിട്ടി അല്ലെ? അതേപോലെ നേരെ തിരിച്ച് ഇപ്പൊ y equal to 0 കൊടുക്കാം. അപ്പൊ y is equal to 9 മൈനസ് എക്സില് y 0 കൊടുത്താൽ 9 മൈനസ് എക്സ്. അപ്പൊ 9 is equal to x. അപ്പൊ y 0 കൊടുക്കുമ്പോൾ x 9 അല്ലെ? അപ്പൊ 9, 0 വേറെ പോയിന്റ്സ് കിട്ടി. ക്ലിയർ ആയല്ലോ? അപ്പൊ നമുക്ക് ഡയഗ്രാം വരച്ചൂടെ? അപ്പൊ ആദ്യം 0, 0. അപ്പൊ ഇങ്ങനെ കാണുമ്പോൾ കൺഫ്യൂസ്ഡ് ആവണ്ട. 0, 0 ഓൾറെഡി പോയിന്റ്സ് തന്നിട്ടുണ്ട്. പിന്നെ ഒരു ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് y, x ആൻഡ് y കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഓൾറെഡി എക്സിനും വൈക്കും വാല്യൂ തന്നിട്ടല്ലോ. അപ്പൊ അറ്റ് പ്രസന്റ് ഒരെണ്ണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അതർ വാല്യൂ കണ്ടുപിടിക്കുക. അതേപോലെ തിരിച്ചു. അപ്പൊ നമുക്ക് 3 വെർട്ടിസസ് കിട്ടും.
എന്നിട്ട് ആ റീജിയൻ കൺസിഡർ ചെയ്യുക. ട്രയാങ്കുലർ റീജിയൻ ആണ് കിട്ടുക അല്ലെ. അപ്പൊ ട്രയാങ്കുലർ റീജിയൻ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സോ ഇവിടെ നമുക്ക് കിട്ടിയ റീജിയൻ ഇതാണ്. R എന്ന് പറയുന്ന റീജിയൻ ഇതാണ്. ക്ലിയർ ആയോ? 0 0 9 0 0 9. ഓക്കെ. ഇനി ആദ്യം ആസ് യൂഷ്വൽ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തില്ലേ, അതേപോലെ തന്നെയാണ് കേട്ടോ, യാതൊരു ചേഞ്ചും ഇല്ല. സെയിം സ്റ്റെപ്സ് ആണ്. ഫസ്റ്റ് നമുക്ക് ഇന്റീരിയർ പോയിന്റ്സിൽ എവിടെയൊക്കെ എക്സ്ട്രീമം ഒക്കർ ചെയ്യോ അതാണ് ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് അറിയാം. ആ ക്രിട്ടിക്കൽ പോയിന്റ്സ് ആദ്യം കണ്ടുപിടിക്കണം. അപ്പൊ ആദ്യം fx of xy കണ്ടുപിടിക്കണം. f അറിയാലോ, അതിൽ വിത്ത് റെസ്പെക്ട് ടു x ചെയ്യാം. അപ്പോൾ 2 minus 2x കിട്ടും is equal to 0. ഇതിൽ നിന്ന് 2 ക്യാൻസൽ ആയി കഴിഞ്ഞാൽ x equal to 1 കിട്ടി. അതേപോലെ fy of xy 2 minus 2y equal to 0. അതിന്റെ മീനിങ് എന്താ? അഗെയിൻ y is equal to 1 കിട്ടും. അപ്പോൾ ക്രിട്ടിക്കൽ പോയിന്റ് കിട്ടി. x equal to 1 ഉം y equal to 1, അതായത് 1 1 ആണ് ക്രിട്ടിക്കൽ പോയിന്റ്. ഇനി നെക്സ്റ്റ് നമ്മൾ അഗെയിൻ ബൗണ്ടറി പോയിന്റ്സിൽ കണ്ടുപിടിക്കണം അല്ലെ. അപ്പോൾ OA കൺസിഡർ ചെയ്യുക. അവിടെ y 0 ആണ്. അപ്പൊ f of xy ല് y ക്ക് 0 കൊടുക്കാം. അപ്പൊ നമ്മുടെ ഫംഗ്ഷൻ എന്താ? 2 plus 2x minus x square. അതിൽ fx കണ്ടുപിടിക്കാം. ഇൻ ടേംസ് ഓഫ് x അല്ല, അപ്പൊ fx കണ്ടുപിടിക്കാം. fx കണ്ടുപിടിക്കുമ്പോൾ ഈക്വൽ ടു 0 കൊടുക്കാം. 2 minus 2x equal to 0. അതിൽ നിന്ന് x equal to 1 കിട്ടി. അപ്പൊ ക്രിട്ടിക്കൽ പോയിന്റ് നമ്മളിവിടെ y 0 ആണ് ഓൾറെഡി ഉള്ളത് അല്ലെ. x equal to 1 കിട്ടി. അപ്പൊ ക്രിട്ടിക്കൽ പോയിന്റ് എന്ത് കിട്ടി? 1 0. ഇത് ആ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ അവിടെ ശരിക്കും നോട്ട് ഈക്വൽ ടു 0 ആണ് കിട്ടിയിരുന്നത്. അപ്പോൾ ശരിക്കും ആ എൻഡ് പോയിന്റ്സിൽ മാത്രമേ ആ ഒരു എക്സ്ട്രീം വാല്യൂ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ പക്ഷെ ക്രിട്ടിക്കൽ പോയിന്റ്സ് കിട്ടുന്നുണ്ട് ബൗണ്ടറിയിൽ. ഇനി ഓൺ OB ഇതേപോലെ x 0 ആണ്. ഓക്കെ. അപ്പോൾ f of xy ല് x ന് 0 കൊടുത്താൽ 2 plus 2y minus y square കിട്ടും. fy കണ്ടുപിടിക്കാം. fy എന്ന് പറയുമ്പോൾ എന്താ? വിത്ത് റെസ്പെക്ട് ടു y ഡെറിവേറ്റീവ് ആണ്. അപ്പോൾ ഇവിടെ 2 minus 2y വരും. 2 minus 2y equal to 0 കൊടുക്കാം. അതിൽ നിന്ന് 2 is equal to 2y. അപ്പോൾ y is equal to 1. ഓക്കെ. ഇനി ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് കിട്ടിയത് x 0 ആകുമ്പോൾ y 1 കിട്ടി. ഇനി AB ല് നമുക്ക് കിട്ടുന്നത് എന്താ? സ്ട്രെയിറ്റ് ലൈൻ ജോയിനിങ് 90 and 09 അല്ലെ. ഈ ഒരു ലൈനാണ് പറയുന്നത്. റേസ് ചെയ്തോട്ടെ. AB ആ സ്ലാന്റിംഗ് ലൈൻ ആണ് AB ല് കൺസിഡർ ചെയ്യുന്നത്. ഈ AB ല് നമുക്ക് 9009 കണക്ട് ചെയ്യുന്ന ഒരു ലൈൻ ആണ് അല്ലെ. അപ്പോൾ ആസ് യൂഷ്വൽ സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. y minus y1 by ഇതേപോലെ y2 minus y1 is equal to x minus x1 by x2 minus x1. അപ്പോൾ ഇവിടെ x1 y1 x2 y2 നമുക്ക് ഈ പറഞ്ഞ പോയിന്റ്സ് ഇല്ലേ അത് കൺസിഡർ ചെയ്യാം. അതായത് ഫസ്റ്റ് പോയിന്റ് ഇവിടെ ഇപ്പോൾ x1 y1 x2 y2. ഓക്കെ. എല്ലാം പോയിന്റ്സും ഉണ്ട്. ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇതിൽ നിന്ന് y-യുടെ ഒരു ഇക്വേഷൻ കിട്ടും. മൈനസ് ഓഫ് x minus 9 ആണ് കിട്ടുക. ജസ്റ്റ് LHS-ലേക്കും RHS-ലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാം. ടേംസ് കൊണ്ടുപോകാം. റീഅറേഞ്ച് ചെയ്യുക. അപ്പൊ നമുക്ക് y is equal to minus of x minus 9 കിട്ടും. ആ മൈനസ് ഉള്ളിലേക്ക് എടുത്താൽ എന്തായി? y is equal to 9 minus x എന്ന് കിട്ടും. ഇനി f of xy is equal to നമുക്കറിയാം f of xy ല് ഇതേപോലെ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? y is equal to 9 minus x. അതല്ല ഇപ്പൊ കിട്ടിയത്. അപ്പൊ y ക്ക് 9 minus x കൊടുക്കാം. അപ്പൊ നമ്മുടെ ഫംഗ്ഷന്റെ ഇക്വേഷൻ എന്താവും? ഇൻ ടേംസ് ഓഫ് x ആവും. ഇനി നമ്മൾ fx കണ്ടുപിടിക്കാം. fx എന്ന് പറയുമ്പോൾ എന്താ? ഇതേപോലെ നമുക്ക് കിട്ടിയ ഫംഗ്ഷൻ എന്താ? minus 61 plus 18x minus 2x square. അതിൽ fx എന്ന് പറയുന്നത് വിത്ത് റെസ്പെക്ട് ടു x ഇത് ഡെറിവേറ്റീവ് കാണും. അപ്പൊ അതിൽ ഫസ്റ്റ് ടേം 0 ആയിപ്പോൾ, സെക്കൻഡ് ടേം 18, തേർഡ് ടേം എന്ന് പറയുന്നത് minus 4x വരും. അപ്പൊ 18 minus 4x equal to 0. അതിൽ നിന്ന് x-ന്റെ വാല്യൂ കണ്ടുപിടിച്ചൂടെ? 9/2 കിട്ടും. അതേപോലെ y നമുക്കറിയാം 9 minus x ആണ് അല്ലെ. y എന്ന് പറയുന്നത് 9 minus x ആണ്. x-ന് ഇപ്പൊ നമുക്ക് കിട്ടിയത് 9/2 ആണ്. അപ്പൊ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 9 minus 9/2 is equal to again നമുക്ക് y-യുടെ വാല്യൂ എന്ത് കിട്ടും? 9/2 തന്നെ കിട്ടും. അപ്പൊ ക്രിട്ടിക്കൽ പോയിന്റ് again 9/2 കിട്ടി. അപ്പൊ ഈ എല്ലാ പോയിന്റ്സിലും ഫംഗ്ഷന്റെ വാല്യൂനെ കണ്ടുപിടിക്കാം. ബോക്സ് വരയ്ക്കാം. 0 0 9 0 0 9 ഇതെല്ലാം എൻഡ് പോയിന്റ്സ്. പിന്നെ നമുക്ക് ആദ്യം കിട്ടിയ ക്രിട്ടിക്കൽ പോയിന്റ്, പിന്നെ ബൗണ്ടറിയിൽ കിട്ടിയ ക്രിട്ടിക്കൽ പോയിന്റ്സ് മൂന്നെണ്ണം. ഇത്രയും പോയിന്റ്സ് ഉണ്ട്. ടോട്ടൽ 7 പോയിന്റ്സ് ഉണ്ട്. ഓക്കെ. ഈ 7 പോയിന്റ്സിൽ നമ്മുടെ ഫംഗ്ഷന്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഒന്നുമില്ല, ജസ്റ്റ് കറസ്പോണ്ടിങ് x ആൻഡ് y ക്ക് കറസ്പോണ്ടിങ് f-ന്റെ വാല്യൂ കണ്ടുപിടിക്കാം. f തന്നിരിക്കുന്നത് 2 plus 2x plus 2y minus x square minus y square ആണ്. അതിൽ x-ന്റെയും y-യുടെയും വാല്യൂസ് കറസ്പോണ്ടിങ് xy വാല്യൂസിനനുസരിച്ച് ഫംഗ്ഷന്റെ വാല്യൂസ് കണ്ടുപിടിക്കാം. അപ്പൊ നമുക്ക് കിട്ടിയതാണ് 2 minus 61 minus 61 4 3 3 minus 41/2. ഓക്കെ. ഇതിൽ വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. എഫിൽ എക്സും വൈയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കറസ്പോണ്ടിങ് എഫ് വാല്യൂ കിട്ടും. ഇതിൽ ഏറ്റവും ഹയസ്റ്റ് വാല്യൂ ഏതാണെന്ന് ചെക്ക് ചെയ്യാം. ഹയസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 4 അല്ലേ. അതാണ് അവിടെയാണ് അപ്പോൾ ആബ്സല്യൂട്ട് മാക്സിമം ഉള്ളത്. 4ന് കറസ്പോണ്ടിങ് പോയിന്റ് എന്താ?
1 1. അപ്പൊ ആബ്സല്യൂട്ട് മാക്സിമം occurs at 1 1. ഇനി ലാസ്റ്റ് ഏറ്റവും മിനിമം വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ 2 പോയിന്റ്സിലും മിനിമം വാല്യൂ കിട്ടുന്നുണ്ട്. രണ്ടിലും -61 അല്ലേ, അപ്പൊ ആ 2 പോയിന്റ്സിലും എന്താണ് ആബ്സല്യൂട്ട് മിനിമം occur ചെയ്യുന്നുണ്ട്, അതായത് occurs at 9009. Okay, thank you.